പിതാവേ, നമ്മളൊക്കെ പല വാട്സപ്പ് ഗ്രൂപ്പുകളിലും മെമ്പേഴ്സായിട്ടുള്ളവരാ. നമ്മളൊരു ദിവസം രാവിലെ ആരംഭിക്കുന്നു. നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോകുന്ന വഴിക്ക് നമ്മൾ രാവിലത്തെ അപ്ഡേറ്റ്സ് പരിശോധിക്കാൻ വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ടും വാട്സാപ്പിൽ നോക്കും. അപ്പോൾ പല വാട്സപ്പ് ഗ്രൂപ്പുകളിലും അതിലെ മെമ്പേഴ്സ് പലതരത്തിലുള്ളവരാണ്. അപ്പോൾ രാവിലെ കിട്ടിയ ഫോർവേഡ് മെസ്സേജസ് എല്ലാം പല ഗ്രൂപ്പിലേക്കായിട്ട് അയക്കുന്ന ചിലരുണ്ട്. അപ്പോൾ അവർ അയക്കുന്ന മെസ്സേജുകളിൽ ഭൂരിഭാഗവും ഫേക്ക് ആയിട്ടുള്ളതുകൊണ്ട് റിയൽ ആയിട്ടുള്ളതുകൊണ്ട്, പക്ഷെ ഭൂരിഭാഗവും നെഗറ്റീവ് ന്യൂസുകളായിരിക്കും. അപ്പം നമ്മുടെ രാവിലത്തെ ഒരു എനർജിയെ, അല്ലെങ്കിൽ നമ്മുടെ രാവിലത്തെ ഒരു 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 മോട്ടിവേഷനെ കെടുത്തുന്ന രീതിയിൽ ഈ മെസ്സേജുകൾ പലപ്പോഴും അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ പിതാവും ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ മെമ്പർ ആയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ പിതാവിന് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടോ? ഇത്തരത്തിൽ രാവിലെ നെഗറ്റീവ് ന്യൂസുകൾ സ്പ്രെഡ് ചെയ്യുന്നവരോട് പിതാവിന് എന്ത് സന്ദേശമാണ് പറയാനുള്ളത്? നമുക്ക് ബോധ്യമില്ലാത്ത കാര്യങ്ങൾ ഷെയർ ചെയ്യാതിരിക്കുക വലിയ ഉപകാരം. അത് ഞാൻ എപ്പോഴും ആൾക്കാരോട് പറയാറുണ്ട്, എന്നെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്തു, പക്ഷെ നിങ്ങൾക്ക് അതിന്റെ ഫാക്റ്റ് അറിയത്തില്ലെങ്കിൽ നിങ്ങളത് ഷെയർ ചെയ്യരുത്. നിങ്ങളത് വായിച്ചോ, തെറ്റില്ല, പക്ഷെ നിങ്ങൾ ഷെയർ ചെയ്യരുത്. നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ ഈ അസത്യം പ്രചരിപ്പിക്കുന്നതിൽ നിങ്ങൾ കൂടെ പങ്കാളികളാവുകയാണ്. നമുക്കതൊരു പ്രിൻസിപ്പിളായിട്ട് എടുക്കാം, ബോധ്യമുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു പോസിറ്റീവ് തിങ്കിങ് ടിപ്പ് ഞാൻ കണ്ടു, എനിക്ക് ബോധ്യപ്പെട്ടു, കൊള്ളാം, തിരക്കേടില്ല, എന്നാൽ എനിക്കിത് ഷെയർ ചെയ്യാം. കാരണം ഇത് വായിക്കുന്ന 10 പേരും കൂടെ ഇച്ചിരി ഹാപ്പി ആയിട്ടിരുന്നോട്ടെ. ബോധ്യമില്ലേ, നമ്മളത് ചെയ്യരുത്.